എൻ്റെ പേര് സുജാത. രാത്രി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എൻ്റെ വാർപ്പ് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത്. അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടി അപ്പളാ പറഞ്ഞ, അമ്മ ഞാനിവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണമെന്ന്. കുട്ടീൻ്റെ ചെറുവിരൽ കിട്ടി. അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാൻ വാർപ്പിന്റെ ഈ വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ആ വരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കുട്ടിനെയും കൊണ്ട് ചാടി. എൻ്റെ അയൽവാസി അവരിവിടെ ഉണ്ട്, സുദേശിന്റെ പറയും, അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരെ പുതിയ കെട്ടിടമാണ്. അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോ അലാക്കിന്റെ പൊട്ട്. ഞാൻ പറഞ്ഞു, അവരെയും പിടിച്ച് വലിച്ച് എൻ്റെ മരുമകനും എൻ്റെ മകളും നട്ടെല്ല് പൊട്ടി. മകളുടെ വാർപ്പ് വീണതേ അവരതിൻ്റെ ഉള്ളിൽ കുടിയും കിടക്കാണ്, പേരക്കുട്ടിയും. അവരെയും പിടിച്ച് വലിച്ച് എൻ്റെ മരുമകൻ കയറ്റി. ഇവരിന് 2 കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി, വെള്ളത്തിൽ കൂടെ നീന്തി. കിണറുകള് എല്ലാം ഉണ്ട്. ഏത് ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല. അവിടെ നിന്ന് മുട്ടുകുത്തി കയറി ഒരു തിണ്ട് കിട്ടി. തിണ്ട് നിങ്ങോട്ട് കയറി. ഞങ്ങള് പപ്പേട്ടൻ പറയും, അവരെ വീട്ടിന്റെ അടിക്ക് ഒരുപാട് ദൂരാ. എന്നാലും ആ കുന്നിന്ന് കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞ്, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ്. മൂപ്പരടുത്തുനിന്ന് നേരം വെളുത്ത 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ, ദൂരത്തുനിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് 3 ആന ആ കുന്നിൽ നിൽക്കുക. അതിലെ കൊമ്പനാണ് അവിടെ ഉണ്ടായത്. കൊമ്പനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിന്ന വന്ന്, ഞങ്ങൾക്ക് പേടി, ഇരുടാണ്, വിളക്കില്ല, വെളിച്ചമില്ല, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. അപ്പൊ ആനയുണ്ട്, കണ്ണുകൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നിൽക്കണ്. ഞങ്ങളെ കൂടെ നിന്ന് നേരം വെളുക്കുന്നവരെ എങ്ങനെയാ രക്ഷപ്പെട്ടു എന്നുള്ളത് ഈശ്വരന് അറിയുള്ളൂ. ഞാനും എൻ്റെ കൊച്ചും എൻ്റെ 3 മക്കളും, ബാക്കി എൻ്റെ അയൽവാസിയിൽ 6-7 മക്കളും കുടുംബം ഉണ്ടായി. ആരുമില്ല, എല്ലാരും പോയി. ഞങ്ങൾ എങ്ങനെയാണ് എത്തി? എനിക്ക് നീന്താൻ അറിയുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ എൻ്റെ ആരുമില്ല. ഇവിടെ എൻ്റെ അടുത്ത് വന്ന് കാണാണ്ടായ ആൾക്കാര് 3 കുടുംബം, ആരുമില്ല, അഡ്രസ്സേ ഇല്ല, എല്ലാവരും പോയി. അവരെ കടയിലാണ് ഞങ്ങളുള്ളത്. അവരെ 3 തട്ട് വീടായിരുന്നു. ആ വീട് മറിഞ്ഞു വരുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ വാർപ്പിന്റെ മേലെ നിൽക്കണം. അവരെ വീട് വന്ന് അടിച്ചിട്ടാണ് നമ്മളെ വീട് പോയത്. ഞാൻ രക്ഷിക്ക് പറഞ്ഞപ്പോ ആ തിണ്ടിൽ നിന്നൊന്ന് തിരിഞ്ഞു നോക്കിയതാ. അപ്പോഴാണ് എൻ്റെ അയൽവാസിന്റെ വീട് ഒന്നായിട്ട് വരുന്നത്. അതുവരെ എൻ്റെ വീട് സേഫായി നിൽക്കുവായിരുന്നു. അത് പോയി അത് വന്ന് അടിച്ചതോടുകൂടി ഞങ്ങൾ ഉള്ളിൽ താന്നു. ബോധമെല്ലാം വന്ന് ഞങ്ങൾ കുന്നത്തെത്തി. ആനന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോ നമ്മളെ ഏതോ നാട്ടിലത്തെ സാറുമാരാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിച്ച്. ആരുമില്ല, നാടില്ല, വീടില്ല, ആൾക്കാരില്ല. ഞങ്ങൾ നാട്ടില് വേദനകൾ പറഞ്ഞ് സഹായിച്ചവരാരുമില്ല. എല്ലാവരും പോയി മണ്ണിന്റെ ഉള്ളില്. അവരുടെ അസ്ഥി പോലും കിട്ടിയിട്ടില്ല സാറേ, ഒന്നുമില്ല.